അസ്സലാമു അലൈക്കും. ലേനൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ബ്യൂട്ടി സോപ്പാണ്. അതിന് ഞാൻ ആര്യവേപ്പിലയാണ് എടുത്തിട്ടുള്ളത്. പുഴുവൊക്കെ ഉണ്ടോ നോക്കിയിട്ട് നന്നായി ക്ലീൻ ചെയ്ത് വെള്ളത്തിൽ കഴുകി ഞാൻ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. വെള്ളം ചോർന്നതിൻ്റെ ശേഷമാണ് ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളത്തിന് പകരം അലോവേര ജെല്ലാക്കിയാണ്ട് എടുത്ത് കൊടുത്താലും മതി. ഇത് വെള്ളമില്ലാതെ അടിഞ്ഞ് കിട്ടൂല എന്ന് കരുതിയിട്ടാണ് ഞാൻ വെള്ളം ചേർത്തത്. ഇതിപ്പോൾ നന്നായി പേസ്റ്റായി അരച്ചതിൻ്റെ ശേഷം ഞാൻ ഒരു അരിപ്പിലൂടെ ഒരു കോട്ടൻ്റെ തുണിയിലൂടെയാണ് ഞാൻ അരിച്ചെടുക്കുന്നത്. അരിപ്പി കൂടെ വേണമെങ്കിൽ അങ്ങനെ അരിച്ചെടുക്കാം. ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് ഒന്നും ചണ്ടികളൊന്നും കിട്ടാതെ വെറും നീരായിട്ട് കിട്ടാനും വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇതിൻ്റെ നീര് മാത്രമേ ഞാൻ എടുക്കണുള്ളൂ. ഇതിൻ്റെ ചണ്ടി എടുത്താൽ നമ്മൾ സോപ്പ് മേലുകൂടെ തേൽക്കണ സമയത്ത് നമുക്ക് മേത്തൊക്കെ ആകെ ചണ്ടി വരാൻ സാധ്യത ഉണ്ട്. ചിലവരൊക്കെ ചണ്ടി കൊടുക്കുന്ന കൂടി തന്നെ ഉണ്ടാക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഫുള്ള് നീരെടുത്ത് വെറും ചണ്ടിയാണ്. ഇത് ഞാൻ ഒഴിവാക്കുകയാണ്. ഇതാണ് സോപ്പ് ബേസ്. ഞാനിത് ഒരു കിറ്റായിട്ട് വാങ്ങിയതാണ്. ഇതിൽ കളറും പെർഫ്യൂമും ഒക്കെ ഉണ്ട്. കളർ ഞാൻ ചേർക്കണില്ല. ഇതിൽ കുറച്ച് പൊട്ടിയാണ്ട് കളർ ചേർന്നിക്കണം. അത് ഞാൻ ഒഴിവാക്കിയെടുക്കും. നമ്മളൊരിക്കലും കളർ ചേർക്കാതെ വെക്കുക എന്നല്ലേ. നമ്മൾ വീട്ടിൽ നമുക്ക് ഉപയോഗിക്കാനുള്ളതല്ല. കുട്ടികൾക്കും ചെറിയ പ്രസവിച്ച് കിടക്കുന്ന ബേബികൾക്കും മുതൽ നമുക്കിത് ശരിക്ക് തേക്കാം. നമ്മൾ വീട്ടിലുണ്ടാക്കണതാണല്ലോ. ഇപ്പം ഈ സോപ്പ് വേസ്റ്റ് ഞാൻ മെൽറ്റാക്കി എടുക്കുകയാണ്. നമ്മൾ മെൽറ്റാക്കി എടുക്കുന്ന സമയത്ത് സോപ്പ് വേസ്റ്റ് വെക്കണ പാത്രത്തിൽ ഒരു തുള്ളി വെള്ളവും ചേർക്കാൻ പാടില്ല. പെട്ടെന്ന് മെൽറ്റായി കിട്ടുന്നത്. അതിനാണ് ഞാൻ ചെറിയ പീസുകളാക്കിയത്. ഇത്ര വലിയ പാത്രം വേണമെന്നൊന്നുമില്ല. എനിക്കറിയില്ല. ഞാൻ കുറേ നാൾ മുന്നേ ഉണ്ടാക്കിയതിന് 10 വർഷം മുന്നേ ഞാൻ സോപ്പ് വീട്ടിലാവശ്യത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കാറുണ്ടായിരുന്നു. പിന്നീട് ഇപ്പോൾ ആണ് ഉണ്ടാക്കണത്. അന്ന് ഈ കിറ്റും എല്ലാം കിട്ടീനത്. അന്ന് വെളിച്ചെണ്ണയൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു അന്ന് സോപ്പ് ഉണ്ടാക്കിയിരുന്നത്. ഇതിപ്പോൾ നന്നായി മെൽറ്റായി വരുന്നുണ്ട്. ഇത് ഉരുകി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണൻ്റെ ആ രീതിയിലൊക്കെയാണ് ഇത് കിട്ടുക. ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ അവിടെയും ഇവിടെയും ഉരുകാത്തതൊക്കെ ഉണ്ടെങ്കിൽ ഇളക്കാനാണ് ഞാനിത് ഉരുക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായി മെൽറ്റായി വന്നു. ഇതിലേക്ക് ഞാൻ ആര്യവേപ്പിൻ്റെ ഇലൻ്റെ നീര് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ആര്യവേപ്പിൻ്റെ ഇലയും സോപ്പ് വേസും നന്നായി മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് വാങ്ങി വെക്കാം. ഇപ്പോഴത്തെ മോൾഡിലൊക്കെ ആണെങ്കിൽ അപ്പൊക്കെ തന്നെ ഈ വെള്ളത്തോട് കൂടി തന്നെ പാർന്ന് വെക്കാം. ഈ ചൂടോട് കൂടി പാർന്ന് വെക്കുകയാണ് ഏറ്റവും നല്ലത്. സ്മെല്ലിനും വേണ്ടിയിട്ട് ഞാൻ പിയേഴ്സിൻ്റെ ഒരു ഇതാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഇതിലേക്ക് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തു. ഇത് ഈ കിറ്റിലുണ്ടായിരുന്നത് പിയേഴ്സിൻ്റെ പെർഫ്യൂം ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ഇത് ഒഴിച്ചു കൊടുത്തത്. നമുക്ക് ഏതാ ഇഷ്ടമല്ലേ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 10 വർഷം മുമ്പാണ് സോപ്പ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ മോൾഡുകളാണ് ഇതൊക്കെ. ഇപ്പം ഈ സമയത്തൊന്നും ഇങ്ങനത്തെ മോൾഡുകളല്ല. പിന്നെ ഞാൻ വാങ്ങിയിട്ടില്ല. എൻ്റെ കയ്യിലുണ്ടായതുകൊണ്ട് ഞാനിങ്ങനെ ആദ്യമായിട്ട് ഉണ്ടാക്കിയല്ല. അപ്പോൾ റെഡി ആവുകയാണെങ്കിൽ പിന്നെ വാങ്ങാമെന്നും കരുതി. ഇതിപ്പോൾ ഞാൻ 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഒഴിക്കണത്. ഇത് ആ ടൈമിൽ തന്നെ ഒഴിക്കണ്ടീനു. ഇത് സെറ്റാവലും ഇപ്പം തന്നെ തുടങ്ങി. 2 മണിക്കൂറാകുമ്പോഴത്തേന് ഫുള്ളായിട്ട് സെറ്റാവും. അപ്പം നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. ഒരു ദിവസം കഴിഞ്ഞിട്ട് മാറ്റുകയാണ് ഏറ്റവും നല്ലത്. 2 മണിക്കൂർ കഴിഞ്ഞാൽ തന്നെ മാറ്റാം. ഇപ്പോഴത്തെ മോൾഡൊക്കെ ചൂടോട് കൂടി തന്നെ പാരാം. ഒലിക്കാനൊന്നും സാധ്യതയില്ലല്ലോ. അങ്ങനത്തെ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് സ്റ്റീലിൻ്റെ പാത്രമോ ഐസ്ക്രീമിൻ്റെ പാത്രമോ ഒക്കെ ഒരു തുള്ളി എണ്ണ തേച്ചതിൻ്റെ ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. സോപ്പിൻ്റെ മോൾഡ് വേണം ഒരു നിർബന്ധമല്ല. ശരിക്കും നമുക്കിത് ഒരു വരുമാന മാർഗം കൂടിയാണ്. വീട്ടിൽ വെറുതെ കുത്തിരിക്കണവർക്കൊക്കെ
ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഉച്ചൻ്റെ ശേഷം നമുക്ക് ലീവ് ആണല്ലോ, സമയം ഒഴിവാനുള്ള ടൈമിനൊക്കെ നമുക്ക് ഇത് ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് തന്നെ ഫുള്ളും റെഡിയാക്കി എടുക്കാം. ഇപ്പം ഇത് ഇങ്ങനെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഇത്ര നല്ല പെർഫെക്റ്റായ സൂപ്പ് എന്തായാലും കിട്ടൂല എന്ന് പറഞ്ഞാൽ നമുക്കൊരു വിശ്വാസത്തിൽ നമ്മൾ ഉണ്ടാക്കുകയാണിത്. ഇതിൽ ഒരു മായം ചേർത്തിട്ടില്ല, കളറുകൾ ചേർത്തിട്ടില്ല. ഇതിന് ഇപ്പം ഈ ടൈമിന് പച്ച കണ്ടാലും കുറച്ച് കഴിഞ്ഞാൽ ഇത് ഡാർക്കായി മാറുകയാണ്. അതിൽ നമ്മൾ ഗ്രീൻ കളർ ചേർക്കുകയാണെങ്കിൽ ഗ്രീൻ കളർ തന്നെ കിട്ടും. അതിൻ്റെ ആവശ്യമില്ല എന്ന് കരുതിയിട്ടാണ്. നമുക്കും നമ്മളെ മക്കൾക്കും ഉപയോഗിക്കാനാവുമ്പോൾ ഒരിക്കലും കളർ ചേർക്കാതൊക്കെയാണ് ഏറ്റവും നല്ലത്. ഭംഗിക്കും വേണ്ടിയിട്ട് നമ്മൾ ചേർക്കണവർക്ക് ഓപ്ഷനിലാണ്. പിന്നെ വിൽപ്പനക്കൊക്കെ ആണെങ്കിൽ പിന്നെ കാണാൻ ഭംഗിയും വേണം, അപ്പോൾ പിന്നെ കളർ വേണ്ടി വരും. ഇപ്പം ഇതിലേക്ക് ഞാൻ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ. ബാക്കി ഞാൻ ചെമ്പിൽ ബാക്കി വരുന്നത് നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് അരക്ക് സോപ്പാക്കിയിട്ടോ ബാത്റൂമത്തെ ടൈലൊക്കെ കഴുകാനൊക്കെ ഉപയോഗിക്കാം. നല്ല വാസനയാണ്, പോരാത്തത് നല്ല ചളിയും പോരും, നല്ല പതക്കണോണ്ട് നല്ല ചളിയും പോരും. ഞാനിതിപ്പോൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ പറയണത്. ഇതിപ്പോൾ പാരുമ്പോൾ ഇത്ര കളറ് പച്ച ഉണ്ടെങ്കിലും പിന്നെ ഡാർക്കായി വരും ഉണങ്ങണ ടൈമിന്. ഇപ്പം കണ്ടോ, ഇത് ഇനി മുകളിൽ ഇനി ഒന്നുകൂടി ഡാർക്കായി വരും. സൈഡൊക്കെ ഡാർക്കായി വന്നിട്ടുണ്ട്. ഞാൻ അടുത്തത് ക്യാരറ്റ് സോപ്പ് ഉണ്ടാക്കാനും വേണ്ടിയിട്ടുള്ള ഇതാണ്, സോപ്പ് ബേസാണ് ഞാൻ കാണിക്കണത്. ഇത് 500 ഗ്രാമിൻ്റെ സോപ്പ് ബേസാണ്. ഞാൻ 300 ഗ്രാം എടുക്കണുള്ളൂ. ഇതിന് ഉള്ളതുള്ളൂ ഞാൻ ഉണ്ടാക്കണത്. ഇനി വേറെ ഒന്ന് അലോവേരൻ്റെ സോപ്പ് ഉണ്ടാക്കണം കരുതിയിട്ടാണ് ബാക്കി മാറ്റി വെച്ചിരുന്നത്. ഇതിപ്പോൾ മറ്റേ സോപ്പ് ഞാൻ ആദ്യം ഉണ്ടാക്കിയപ്പോൾ നല്ല പെർഫെക്റ്റ് ആയപ്പോൾ ഒന്നുകൂടി എനിക്ക് ഉണ്ടാക്കാൻ തോന്നിയാണ്ട് ഒന്നുകൂടി ഉണ്ടാക്കിയതാണ്. പിറ്റേ ദിവസമാണ് ഞാൻ ഇത് ഉണ്ടാക്കണത്. വേപ്പിൻ്റെ ഇലൻ്റെ സോപ്പ് കുട്ടികൾക്ക് മുഖക്കുരുവിനും എല്ലാത്തിനും നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. താരത്തിനും തലയിൽ താരമുണ്ടെങ്കിലും ഒക്കെ നല്ലതാണ് പോവാൻ. അപ്പം അങ്ങനെ ഉണ്ടാക്കി റെഡിയായി കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതും ഒന്നുകൂടി ഉണ്ടാക്കാം. ഇത് കുട്ടികൾക്ക് കളർ വെക്കാനും എല്ലാത്തിനും സൗന്ദര്യത്തിനൊക്കെ നല്ലതാണ്. ഇപ്പം ഇത് ഞാൻ ചെറിയ ക്യൂബായിട്ട് ചെറിയ പാത്രത്തിൽ തന്നെയാണ് കാണിക്കണതും. ഇനി 3 ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്തെടുത്താൽ പെട്ടെന്ന് അരിഞ്ഞ് കിട്ടൂല എന്ന് കരുതിയിട്ട് 3 അലോവേരൻ്റെ ജെല്ല് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലത്തെ മഞ്ഞൊക്കെ കളഞ്ഞ് നല്ല ക്ലീൻ ആക്കിയതിൻ്റെ ശേഷമാണ് ഞാൻ ഇത് എടുക്കുന്നത്, അല്ലെങ്കിൽ ചൊറിച്ചിലൊക്കെ വരാൻ സാധ്യത ഉണ്ട്. ചെറുതായി ഗ്രേറ്റ് ചെയ്തതും മിക്സിയിൽ ഇട്ട് കൊടുക്കാം ക്യാരറ്റ്. അതിൻ്റെ കൂടെ തന്നെ അലോവേര ഇട്ട് കൊടുക്കാം. ഒരു തുള്ളി വെള്ളം പോലും ഞാൻ ചേർക്കണില്ല. ഇത് നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം നമുക്ക്. അത് അരച്ചെടുത്തതിൻ്റെ ശേഷം ഇതിൻ്റെ ചണ്ടിയൊന്നും നമുക്ക് വേണ്ട, അത് ഒഴിവാക്കാം. ചണ്ടി എടുക്കണമെങ്കിൽ അതും കുഴപ്പമില്ല. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നമുക്ക് മേനി ഒരുക്കണ സമയത്ത് നമ്മളെ തലയിലും ഒക്കെ ഇതിൻ്റെ ഒരു ചണ്ടി വരാൻ സാധ്യത ഉണ്ട്. ഒരു വൃത്തിയായിട്ട് തോന്നൂല. ഇതിപ്പോൾ നന്നായി അരച്ച് പേസ്റ്റ് ആക്കിയതിൻ്റെ ശേഷം ഒരു അരിപ്പയിലൂടെ ഒഴിക്കണം കേട്ടോ. ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിങ്ങനെ പിഴിഞ്ഞെടുത്ത് ഇതിൻ്റെ ചണ്ടി നമുക്ക് ഒഴിവാക്കാം, ഫുള്ള് നീരെടുത്തിട്ടതിൻ്റെ ശേഷം. ഇപ്പം ഇത്രയും ചണ്ടിയാണ് ഇതിൻ്റെ കിട്ടിയത്, നീര് ഇത്രയും കിട്ടി. ഇനി നമുക്ക് സോപ്പ് ബേസ് ഉരുക്കിയെടുക്കാം. ഇത് ഞാൻ നേരത്തെ കാണിച്ചെങ്കിലും ഒന്നുകൂടി കാണിക്കുക എന്ന് മാത്രം. ഇത് കുട്ടികൾക്ക് കാലിന് മുളിച്ചിൽ, ഡ്രൈ ആയ കാലും കൈയൊക്കെ ഉണ്ടാവുമല്ലോ, അതിനൊക്കെ അത് നല്ല യൂസ്ഫുൾ ആകും. ഇതൊന്ന് വീട്ടിലുണ്ടാക്കി കൊടുത്ത് പരീക്ഷിച്ച് നോക്കുന്നുണ്ട്, എന്തായാലും സക്സസ് ആയിക്കാരം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യമൊക്കെ ഉണ്ടാക്കിയിരുന്നു, ഇപ്പം ഉണ്ടാക്കലില്ല. ഇപ്പോൾ സൂപ്പർ സോപ്പാണിത്. ഇത് വീട്ടിൽ വരുമാനം നേടാനും വീട്ടമ്മമാർക്ക് നല്ലൊരു വരുമാന മാർഗമാണ്. അത്രയും പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. ഞാൻ എന്തെങ്കിലും കളർ ഒരു തുള്ളി പോലും ചേർക്കണില്ല. നേരത്തെ പറഞ്ഞ മാതിരി തന്നെയാണ് നമ്മളെ കുട്ടികൾക്ക് ചേർക്കണ സമയത്ത് അതിൽ കളർ ചേർക്കാതൊക്കെയാണ് ഏറ്റവും നല്ലത്.
ഇതിന് സ്മെല്ലിന് വേണ്ടിയിട്ട് ഞാൻ മുല്ലപ്പൂവിൻ്റെ പെർഫ്യൂമാണ് ചേർത്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമല്ല ഏത് പെർഫ്യൂമും ചേർക്കട്ടോ. ക്യാരറ്റിൻ്റെ നീര് ഫുള്ളായിട്ട് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇതും തന്നെ ചൂടോട് കൂടി നമുക്ക് മോൾഡിലേക്ക് പാരാം. ഞാനിത് പാരിന് എനിക്ക് വീഡിയോ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇത് ഇട്ടിട്ടില്ല. സോപ്പ് ഞാൻ ഇതിൽ നിന്ന് ഊരിയെടുക്കണ ഇത് പെട്ടെന്ന് കണ്ടില്ലേ, പെട്ടെന്ന് കിട്ടും. ഇതിൻ്റെ ഇത് കളഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 2 ഭാഗം ഓപ്പൺ ആയതുകൊണ്ട് എല്ലാ കൈ കൊണ്ടൊന്നും എണ്ണയൊന്നും തടവാതെ തന്നെ കിട്ടുന്നുണ്ട്. ഇതിലേക്ക് ഒരു എണ്ണൻ്റെ തടവിൻ്റെ ആവശ്യമൊന്നുമില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങേണ്ട ഒരു ആവശ്യമില്ല കാശ് കൊടുത്ത്. നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സോപ്പാണ്. കാണുമ്പോൾ തന്നെ സൂപ്പറായിട്ട് നമ്മളെ PI സോപ്പിൻ്റെ രീതിയിലാണ് ഇതിൻ്റെ മോൾഡ്. അപ്പോൾ അതേ കറക്റ്റ് അളവിൽ കിട്ടുകയും ചെയ്തേക്കണ്. ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാം. ഇതെല്ലാവർക്കും പരീക്ഷിക്കാവുന്നുള്ളൂ, യാതൊരു ഇതുമില്ല. ഞാനൊരു സ്റ്റീലിൻ്റെ 2 പാത്രത്തിലാക്കി, ഇനി എങ്ങനെ ഉണ്ട് നോക്കാൻ. അതും അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിൽ പിന്നെ എണ്ണ തേക്കണം. അടുത്ത വെറൈറ്റി വീഡിയോയുമായി കാണാം ഇൻഷാ അല്ലാഹ്.